മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഒരു ബനാന കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും ചിക്കൻ കട്ട്ലേറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ് അതൊക്കെയല്ലേ എപ്പോഴും ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് ബനാന കൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാവേ. ഞാൻ 2 ബനാന പുഴുങ്ങി എൻ്റെ ആ ഒരു കറുത്ത അരി അകത്തുണ്ടല്ലോ അതെല്ലാം മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ഉടച്ചെടുക്കണേ. ഇതൊരു സ്വീറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. മറ്റേ കട്ട്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എരിവല്ലേ, അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരുവേ. ഇച്ചിരി തണുത്തു പോയി, അതുകൊണ്ട് ആ ചൂടോടെ തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇച്ചിരി തണുത്തു, ഞാൻ പുഴുങ്ങി വെച്ചിട്ട് കുറച്ച് നേരമായി, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം എടുത്തിട്ട് നമ്മളൊരു സ്വല്പം നെയ്ക്കകത്ത് ഇത് ഒന്ന് വഴറ്റിയൊക്കെ എടുക്കണേ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ 2 ഏത്തപ്പഴം എടുത്തേക്കുന്നത്. പിന്നെ അതിനകത്ത് വേണ്ടുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസ്, കുറച്ച് ബ്രെഡ് ക്രംസ് ആണിത്, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തുള്ളൂ, ഒരു ടേബിൾ സ്പൂൺ കഷ്ടിച്ച് പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളേ. കാരണം ഈ പഴത്തിന് ആവശ്യത്തിന് മധുരം ഉണ്ടല്ലോ, അപ്പം മധുരം കൂടിയാൽ നമുക്കൊരു സുഖമില്ലേ. അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ അത് കൂട്ടാം. ഇപ്പോൾ പഞ്ചസാര കുറച്ചുകൂടെ കുറയ്ക്കണം, 1 ടേബിൾ സ്പൂൺ വേണ്ട, 1 ടീസ്പൂൺ മതിയെങ്കിൽ അങ്ങനെയാകാം കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ വേണ്ടത് 2 ഏലക്ക, ഇതൊന്ന് ചതച്ചെടുക്കണം, ഇതൊന്ന് പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരു മുട്ടയും കൂടെ വേണം. നമ്മൾ എപ്പോഴും കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മുട്ടയിലൊന്ന് ഇങ്ങനെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ടല്ലേ ഫ്രൈ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടുന്ന മുട്ട ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ലേ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ചൂടായി വരണേ. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ കാഷ്യൂനട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കിസ്മിസും കൂടെ ചേർക്കാവേ. ഏത്തപ്പഴം കൂടുതൽ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ കിസ്മിസൊക്കെ കണ്ടോ, അത് ഒരു ബോൾ പോലെ ആകും, അന്നേരമാണ് അത് മൂക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴത്തേനും നമുക്ക് ഈ തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തേങ്ങയുടെ ആ ഒരു പച്ചമണം കൂടെ ഒന്ന് മാറിയാൽ മതി കേട്ടോ. അതിനുശേഷം ഈ പഞ്ചസാരയും കൂടെ നമുക്ക് ആഡ് ചെയ്യാവേ. ഇനി നമുക്ക് ഈ പഴം ഉടച്ച് വെച്ചേക്കുന്ന അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഴം ഈ നെയ്ക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. സ്വല്പം കൂടെ നെയ്യ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ആ ഏലക്ക പൊടിച്ചതുണ്ടല്ലോ, ആ തൊലി മാറ്റിയിട്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയേ. ഈ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുവേ. ഇനി നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. തണുത്ത് കഴിയുമ്പോൾ ആ ഒരു ഷേപ്പിൽ പിടിച്ചിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ സമയം ഞാൻ കാണിച്ചു തരാം, ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. ഇവിടെ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ മിക്സൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ആക്കി എടുത്താൽ മതിയേ. ഇത് എല്ലാം തയ്യാറാക്കി വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണമാണ് ഇതിന്. ആ ഒരു നെയ്ക്കകത്ത് ഇതെല്ലാം കൂടെ ചേർന്ന് അങ്ങ് സെറ്റായി വന്നപ്പോഴത്തേനെ നല്ല മണം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം നമുക്കിതുപോലെ ഇതെല്ലാം ഒന്ന് ആക്കിയെടുക്കാവേ. ഇത് ഞാനിവിടെ ഒരു മുട്ട ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്രെഡ് ക്രംസ് ആണേ. ഇതിങ്ങനെ നമ്മൾ ഇതുപോലെ ഈ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഈ മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിനകത്തും കൂടെ ഒന്ന് മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് 2 ഏത്തപ്പഴം എടുത്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം ഇത് എത്ര എണ്ണം കിട്ടുമെന്ന്. നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പിന്നെ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടിയാൽ മതിയേ. ഇത് ശരിക്കും 4 മണിക്ക് ഒക്കെ കുട്ടികൾക്കും അല്ലെ പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേ അവർക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് അല്ലേ. ഇതെല്ലാം പിടിച്ചിട്ട് ഞാൻ കാണിക്കാവേ. ഇപ്പോൾ 2 ഏത്തപ്പഴത്തിന് നമുക്കിപ്പോൾ ഒരു 7 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള ഏത്തപ്പഴം എടുത്താൽ മതി. ഇനിയിപ്പം നമ്മളിത് ഓരോന്നെടുത്ത് ഈ എഗ്ഗിനകത്ത് ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട്
ഇതിൻ്റെ ആ നട്ട്സും എല്ലാം കൂടെ ഇടയ്ക്കൊന്ന് കടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ എന്നാ ടേസ്റ്റാന്നറിയോ. എപ്പോഴും കൊച്ചു കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാനായിരിക്കും, അവർക്ക് അങ്ങോട്ട് എല്ലാം ഒന്നും എപ്പോഴും ഒന്നും ഇഷ്ടപ്പെടത്തില്ലല്ലേ. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തു കഴിയുമ്പോഴേ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ മധുരമൊക്കെ ഒരുപാട് മധുരം ഇതിനകത്ത് ഇടണ്ട കേട്ടോ, കാരണം ഈ ഏത്തപ്പഴത്തിനാണേലും ഒരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് മധുരം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ മധുരം. കറക്റ്റായിട്ട് ആ ബ്രെഡ് ക്രംസ് ഒക്കെ കറക്റ്റ് എണ്ണത്തിനുള്ളതായിപ്പ്. പലപ്പോഴും ഞാൻ ചെയ്യുമ്പോഴേ ഇത് രണ്ടാമത് എടുക്കേണ്ടി വരുന്നു, പക്ഷെ ഇന്ന് കറക്റ്റ് ആ ഒരു അളവിനിങ്ങി കിട്ടി. കണ്ടോ, ഇതെല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പം അതുപോലെ നമ്മൾ ചെറിയ ഒരു കടായി എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടെ ഇടായിരിക്കും, ചെറിയ കടായിയാണേ. അന്നേരം നമ്മൾ കുറച്ച് എണ്ണവേ ഇതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവേ. നമ്മളിവിടെ ഇതിട്ടിട്ട് 2 മിനിറ്റായി, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. നമ്മൾ ഈ കട്ട്ലേറ്റ് ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടും 2 മിനിറ്റായേ. 2 മിനിറ്റ് വീതം ഓരോ സൈഡും ഫ്രൈ ചെയ്താൽ മതിയേ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മുടെ ബനാന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള കട്ട്ലേറ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.